വെൽക്കം ടു ഷലൻസ് കിച്ചൺ ആർട്ട്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന പപ്പായ സ്പോഞ്ച് കേക്കാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താലേ ഇനി ഞാൻ അടുത്തിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടിയുള്ളൂ. 2 കപ്പ് പഴുത്ത പപ്പായ ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് പപ്പായ ഇട്ട് കൊടുക്കാം. നല്ല പഴുത്ത പപ്പായ ആയിരിക്കണം എടുക്കേണ്ടത്. ഇനി ഇത് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പം നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റാം. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നേരത്തെ അടിച്ചു വെച്ച പപ്പായ ചേർക്കാം. 1/4 കപ്പ് പഞ്ചസാര ചേർക്കാം. മധുരം ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇനി ഇത് നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ട് നല്ല തിക്ക് കൺസിസ്റ്റൻസി ആവുന്നത് വരെ ഒന്ന് ചൂടാക്കി എടുക്കാം. ഇപ്പം നല്ല തിക്ക് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. കേക്ക് ടിന്നിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കാം. എല്ലാ ഭാഗങ്ങളിലേക്കും നന്നായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് മൈദ ഇട്ട് ഒന്ന് നമുക്ക് കേക്ക് ടിന്ന് നന്നായിട്ടൊന്ന് ഡസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ബൗളിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർക്കാം. 4 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കാം. ഇനി ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പം നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള പാൽ ഒഴിക്കാം. 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം. ഇനി ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം. പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് അലിഞ്ഞു കിട്ടണം. ഇപ്പൊ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു അരിപ്പ വെച്ച് അതിലേക്ക് 1/2 കപ്പ് മൈദ ചേർക്കാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ്, ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഒന്ന് അരിച്ചെടുക്കാം. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച പപ്പായ മിശ്രിതം ചേർക്കാം. തണുത്തതിന് ശേഷമാണ് നമ്മളിത് ചേർക്കേണ്ടത്. പകുതി ഭാഗം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പം നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് കേക്ക് ടിന്നിലേക്ക് ഒഴിക്കാം. ഈ സമയത്ത് നമുക്ക് ഇതിനു മുമ്പ് തന്നെ നമുക്ക് ഓവൻ 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് നമുക്ക് 40 മിനിറ്റ് 180 ഡിഗ്രി സെൽഷ്യസിൽ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പം സ്റ്റൗ ടോപ്പിലാണെങ്കിലും 35 തൊട്ട് 40 മിനിറ്റ് വരെ നമുക്ക് ബേക്ക് ചെയ്യാവുന്നതാണ്. ബൗളിൽ 3 ടീസ്പൂൺ കോൺഫ്ലോർ എടുക്കാം. അതിലേക്ക് 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പൊ നന്നായി മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പകുതി എടുത്തു വെച്ച പപ്പായ മിശ്രിതത്തിലേക്ക് കോൺഫ്ലോർ മിശ്രിതം ചേർക്കാം. ഇനി ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് തിക്ക് കൺസിസ്റ്റൻസി ആവുന്നത് വരെ ഒന്ന് ചൂടാക്കി എടുക്കാം. ഇപ്പം തിക്ക് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇപ്പോൾ 40 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ കേക്ക് നന്നായി ബേക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അൺമോൾഡ് ചെയ്യാം. നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം വളരെ സോഫ്റ്റും സ്പോഞ്ചി ആയിട്ടുള്ള ഒരു കേക്കാണിത്. ഇനി നമുക്കതിൻ്റെ മുകളിലേക്ക് പപ്പായ കോൺഫ്ലോർ മിശ്രിതം ചേർക്കാം. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. അല്ലാതെ തന്നെ ആ സ്പോഞ്ചി കേക്ക് കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണിത്. ഇനി എല്ലാ ഭാഗങ്ങളിലേക്കും നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം എല്ലാ ഭാഗങ്ങളിലേക്കും സ്പ്രെഡ് ആക്കിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ലെവൽ ചെയ്തെടുക്കാം. ലെവൽ ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ 1 മണിക്കൂർ വെച്ച്
ഒന്ന് സെറ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞു. നമ്മുടെ ടോപ്പിംഗ് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇത് നമ്മൾ മുറിക്കുമ്പോൾ തന്നെ അറിയാം, വളരെ സ്പോഞ്ചിയും വളരെ സോഫ്റ്റുമായിട്ടുള്ള ഒരു ടെക്സ്ചറാണിത്. വളരെ ടേസ്റ്റിയുമാണ്. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കേക്കാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താലേ ഇനി ഞാൻ അടുത്തിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.